3 വർഷം നമ്മൾ താമസിച്ച വീടാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിനി നാട്ടിലോട്ട് പോരാനായിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്നുള്ള താമസം നിർത്തിയിട്ടാണ് നാട്ടിലോട്ട് പോകുന്നത്. അതായത് നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാ ഫർണിച്ചറും എല്ലാ സാധനങ്ങളും ഈ വീട്ടിൽ നിന്ന് മാറ്റി കൊടുക്കണം. അതായത് നമ്മൾ വീട് ഒരു 3 വർഷം മുമ്പ് എടുക്കുമ്പോൾ ഇതൊരു അൺഫർണിഷ്ഡ് ഹൗസായിരുന്നു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഈ വീട്ടിലുള്ള കട്ടിലും ബെഡും എല്ലാ അപ്ലയൻസസും എല്ലാം. അപ്പോൾ നമ്മളിത് നമ്മുടെ കോൺട്രാക്റ്റ് തീരുമ്പം അല്ലെങ്കിൽ നമ്മളിവിടുന്ന് മാറുവാണല്ലോ, അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. രണ്ടുപേരും 12 അവർ ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് കിട്ടുന്ന സമയത്തൊക്കെയാണ് ഈ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എല്ലാ കബോർഡുകളും ടേബിളും ചെയറും ഒക്കെ നമ്മളിവിടുന്ന് മാറ്റുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ആകെപ്പാടെ ഉള്ളത് ഈ വീടിൻ്റെ ഫ്ലോർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ. ഒരു ചെറിയ സാധനം പോലും നമുക്ക് ഈ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ വീടിൻ്റെ അകത്തുനിന്ന് മാറ്റുവാണ്. അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ നമുക്ക് വേസ്റ്റ് കുറേ കളയാനായിട്ട്, വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും നാട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എത്ര നമ്മുടെ ആ ലിമിറ്റഡ് വെയിറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എത്ര വേണ്ട സംഭവങ്ങളാണെങ്കിലും കളഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ സെറ്റിയും കാര്യങ്ങളും അതുപോലെ എല്ലാ ഫർണിച്ചേഴ്സും കൊടുക്കുന്നതിന് മുന്നേ തന്നെ വീടിനകത്തിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനും അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുറേ ഡൊണേഷനൊക്കെ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മളിത് പൈസയ്ക്കൊന്നും വിൽക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. എല്ലാം ഒന്ന് വീതിച്ച് പലർക്കായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫർണിച്ചർ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പണിയായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് രാവിലെ ദോശ ഉണ്ടാക്കി, ഉച്ചയായപ്പോഴത്തേക്കും കുറച്ച് സാമ്പാർ ഇരുന്നതും പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഊണൊക്കെ കഴിച്ച് കംപ്ലീറ്റ് നമ്മൾ പണിയാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഈ ഫർണിച്ചേഴ്സ് എല്ലാം എടുത്ത് മാറ്റുന്നതോടും വരെ നമുക്ക് ഈ സാധനങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്ലോറൊക്കെ കാർപ്പറ്റൊക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വീണ്ടും വാക്വം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്താലേ ഉള്ളൂ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിവിടുന്ന് മറ്റുള്ളവർക്കിത് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഫുൾ ഡേ ഇതിൻ്റെ പുറകെയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും നല്ലതുപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ട് കുറേ നാളായിട്ട് പറയുന്നതാണ് അവളുടെ കൂട്ടത്തിൽ വെളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ ഇതുവരെ പബ്ബിൽ പോയിട്ടില്ല, പബ്ബ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആളെന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു, നീ എൻ്റെ കൂടെ വാ, ഞാൻ പബ്ബ് കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനും വിചാരിച്ച് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്താണ് സംഭവം എന്നൊന്നും അറിയണമല്ലോ. അങ്ങനെ പോയിട്ട് അവളുടെ കൂട്ടത്തിൽ പോയിട്ട് പബ്ബൊക്കെ കണ്ടു കേട്ടോ. സംഭവം ഭയങ്കര വൈബാണ്, കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സദ്യ കഴിയുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നമുക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു, നമുക്ക് കിടക്കാനായിട്ട് ഇടയില്ല. ഇടയുണ്ട്, പക്ഷേ നമുക്ക് കട്ടിലും ബെഡും പായും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഇനി അതെല്ലാം കൊണ്ടുപോകാനായിട്ട് നമുക്ക് വെയിറ്റ് തികയത്തില്ല. അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ ഇനിയും കളയേണ്ടി വരും. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ എഗ് പഫ്സ് ഉണ്ടാക്കിയിട്ട്, ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എഗ് പഫ്സ് ഒന്നുമല്ല, നമുക്കിവിടെ ഇതിൻ്റെ പേസ്ട്രി വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ അകത്തേക്ക് എഗ്ഗ് പുഴുങ്ങിയിട്ട് കുറച്ച് മസാലയും ചേർത്ത് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. അതിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ രാത്രിയിൽ പിള്ളേർക്കൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം, അവരത് ഓർത്തിരിക്കുമെന്ന് വിചാരിക്കണം എന്നും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇനി നാട്ടിലോട്ട് പോകുന്നോടം വരെ ഈ തറയിലാണ് കേട്ടോ കിടപ്പും ഉറക്കവും